വെൽക്കം ടു മെഡ്ഹെഡം. ഇന്ന് നോക്കുന്നത് സ്റ്റെറിലൈസേഷൻ ആണ്. സോ സ്റ്റെറിലൈസേഷൻ ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ വരിക. കുറച്ച് കീ ടേംസ് എന്താണ്, അല്ലെങ്കിൽ എന്താണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്ന കുറച്ച് കീ ടേംസുകൾ മാത്രമേ വരുന്നുണ്ടാവുള്ളൂ കേട്ടോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അറിയേണ്ടത് എന്താണ് സ്റ്റെറിലൈസേഷൻ എന്ന് അറിയണം. സോ സ്റ്റെറിലൈസേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ ഓഫ് ഓൾ മൈക്രോ ഓർഗാനിസം പ്രസന്റ് ഇൻ എ സിസ്റ്റം ഇൻക്ലൂഡിംഗ് ദിയർ സ്പോർസ്. സോ സ്റ്റെറിലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൈക്രോ ഓർഗാനിസിനെ കംപ്ലീറ്റ്ലി ഡിസ്ട്രക്ട് ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ സ്പോർസിനെ നശിപ്പിക്കുക എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ നാളെ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ PSC ചോദിക്കാം, സ്പോർസ് നശിപ്പിക്കാൻ പറ്റുന്നുണ്ടോ, ഇല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസം കംപ്ലീറ്റ്ലി പോകാറുണ്ടോ. അപ്പോൾ നമ്മളൊക്കെ ഈ പരസ്യങ്ങളിലൊക്കെ 99.9% കീടാണുന്നത് കണ്ടതുകൊണ്ട് ചില ആൾക്കാരൊക്കെ വേണമെങ്കിൽ സ്പോറൊക്കെ അവിടെ ഉണ്ടാവുന്ന വേണമെങ്കിൽ കറ കുത്തൊക്കെ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നോക്കുക, ഓൾ മൈക്രോ ഓർഗാനിസം ആൻഡ് ഡിസ്ട്രക്ഷൻ ഇൻക്ലൂഡിങ് ദ സ്പോർസ് ആണ് കേട്ടോ. ഇനി സ്റ്റെറിലൈസേഷൻ എന്താണ്, ഡിസ്ഇൻഫെക്ഷൻ എന്താണെന്ന് നോക്കാം. സോ സ്റ്റെറിലൈസേഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് ഓൾ ദ വയബിൾ ഫോം ഓഫ് മൈക്രോ ഓർഗാനിസം ആർ റിമൂവ്ഡ് ഓർ ഡിസ്ട്രോയ്ഡ്. ജീവനുള്ളതും അല്ലെങ്കിൽ നിലവിലിരിക്കുന്ന അതിൻ്റെ സ്പോർസും ഇൻക്ലൂഡിങ് എല്ലാത്തിനും എന്ത് ചെയ്യാറുണ്ട്, ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട്, റിമൂവും ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ അവിടെ ഉള്ളത്. എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ റിമൂവിങ് ഡിസ്ട്രോയിങ് ദി മൈക്രോ ഓർഗാനിസം ആൻഡ് സ്പോർസ് ഓൾസോ ഡിസ്ട്രോയ്ഡ് ആണ്. സോ സ്റ്റെറിലൈസേഷൻ നടക്കുന്നത് ഒന്നെങ്കിൽ ഫിസിക്കലി നടക്കാം, കെമിക്കലി നടക്കാം, മെക്കാനിക്കൽ നടക്കാം. ഓക്കെ അല്ലേ, ഇത്രയും മനസ്സിലായല്ലോ. ഇനി ഡിസ്ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ റിമൂവ് ഇൻഫെക്ഷ്യസ് പൊട്ടൻഷ്യൽ ബൈ ഡിസ്ട്രാക്റ്റിംഗ് മൈക്രോ ഓർഗാനിസം ഓർ ഡിസ്ട്രോയിങ് മൈക്രോ ഓർഗാനിസം. സോ ഡിസ്ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ഇൻഫെക്ഷന് കാരണമായിട്ടുള്ള മൈക്രോ ഓർഗാനിസിനെ കൊല്ലുന്ന രീതിയെയാണ് നമ്മൾ ഡിസ്ഇൻഫെക്ഷൻ എന്ന് പറയുക. സോ ദ ബാക്ടീരിയ സ്പോർസ് ആർ നോട്ട് ഡിസ്ട്രോയ്ഡ്. മേജർ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ടീരിയയുടെ സ്പോർസിനെ ഒന്നും നശിപ്പിച്ച് കളയുന്നില്ല എന്നുള്ളത് മാത്രമാണ് ഇവിടുത്തെ വ്യത്യാസം. മറ്റിടത്തും റിമൂവും ഡിസ്ട്രോയിങ് തന്നെയാണ്, പക്ഷേ ഇവിടെ എന്തില്ല, സ്പോർസിനെ മാത്രം നശിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. സോ ഡിസ്ഇൻഫെക്ഷൻ നടക്കുന്നത് ഡിസ്ഇൻഫെക്റ്റൻസ് വെച്ചിട്ടായിരിക്കും. സോ ഫീനോള്, ഡെറിവേറ്റീവ്, ആൽക്കഹോളൊക്കെ ആയിരിക്കും എക്സാമ്പിൾ വരിക കേട്ടോ. സോ ഇതാണ് ഡിസ്ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. രണ്ട് ഡിഫറൻസ് മനസ്സിലായി. സ്പോർസ് കൊല്ലുന്നത് സ്റ്റെറിലൈസേഷൻ, സ്പോർസ് കൊല്ലാത്തത് ഡിസ്ഇൻഫെക്ഷൻ ആണ്. ഈ രണ്ട് വ്യത്യാസം മാത്രമാണ് മെയിനായിട്ട് നമുക്ക് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. സോ കീ ടേംസ് എന്താണ്? ആൻറ്റിസെപ്റ്റിക്, എ സബ്സ്റ്റൻസ് ദാറ്റ് പ്രിവെന്റ് ദ ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസം ബൈ ഇൻഹിബിറ്റിംഗ് ദർ ആക്ടിവിറ്റി വിത്തൗട്ട് ഡിസ്ട്രോയിങ് ദം. അതായത് ആൻറ്റിസെപ്റ്റിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിനെയും ആക്ടിവിറ്റീനെയും പ്രിവെൻറ്റിങ്ങും ഇൻഹിബിറ്റിങ്ങുമാണ്. പക്ഷെ അവരെ കൊല്ലുന്നില്ല. അവർക്ക് ജീവനുണ്ടാവും, അല്ലെങ്കിൽ അവർ കൊല്ലുന്നുണ്ടാവില്ല, പക്ഷെ അവരുടെ ആക്ടിവിറ്റീനെ കുറക്കുവാണ് ചെയ്യേണ്ടാവുക കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് ബാക്ടീരിയോസൈഡ് ആണ്, എ സബ്സ്റ്റൻസ് ദാറ്റ് കിൽ ബാക്ടീരിയ. സോ ഒരു ബാക്ടീരിയയെ കൊല്ലുന്ന സാധനത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, ബാക്ടീരിയോസൈഡ് എന്ന് പറയുക കേട്ടോ. ആൻറ്റിസെപ്റ്റിക്കായി ബാക്ടീരിയോസൈഡായി. ഇനി ബാക്ടീരിയോസ്റ്റാറ്റിക്, എ സബ്സ്റ്റൻസ് ദാറ്റ് അറസ്റ്റ് ഓർ റിട്ടാർഡ് ദ ഗ്രോത്ത് ഓഫ് ബാക്ടീരിയ. അതായത് ബാക്ടീരിയോസ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അതിൻ്റെ ഗ്രോത്തിനെയോ ബാക്ടീരിയയുടെ ഗ്രോത്തിനെയോ അല്ലെങ്കിൽ അതിൻ്റെ ഗ്രോത്തിനെ കുറയ്ക്കുകയായിരിക്കും ചെയ്യേണ്ടാവുക. ഒന്നുകിൽ കംപ്ലീറ്റ്ലി അറസ്റ്റ് ചെയ്യുന്നു, ഇല്ലാന്നുണ്ടെങ്കിൽ അതിനെ കുറക്കുവാണ് ചെയ്യേണ്ടാവുക. അപ്പം ബാക്ടീരിയോസിഡൽ എന്ന് പറഞ്ഞാൽ കൊല്ലുന്നു, ബാക്ടീരിയോസ്റ്റാറ്റിക് അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പം ഡിഫറൻസ് മനസ്സിലാക്കണം. ഇനി ഫാർമക്കോളജിയൊക്കെ നമ്മൾ ബാക്ടീരിയോസ്റ്റാറ്റിക് സിഡൽ എന്നൊക്കെ പറയാറുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവണം. സോ ഡിസ്ഇൻഫെക്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി ജേർമിസൈഡ് ആണ്. സോ ജേർമിസൈഡ് എന്ന് വെച്ചാൽ സബ്സ്റ്റൻസ് ദാറ്റ് കിൽ പാത്തജനിക് ബാക്ടീരിയ ബട്ട് നോട്ട് നെസസറിലി ബാക്ടീരിയൽ സ്പോർ. സോ ജേർമിസൈഡ് എന്ന് വെച്ചാൽ ബാക്ടീരിയ കൊല്ലുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ അസുഖത്തിന് കാരണമായ ബാക്ടീരിയ കൊല്ലുന്നു എന്നുള്ളതാണ്. എന്നാൽ സ്പോർസിനെ ഒന്നും നശിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ജേർമിസൈഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ ഇനി സ്റ്റെറിലിറ്റി ഉണ്ട്, എ ആബ്സെൻസ് ഓഫ് വയബിൾ മൈക്രോ ഓർഗാനിസം ഇസ് കോൾഡ് സ്റ്റെറിലിറ്റി. അതായത് നമ്മളൊരു സ്ഥലം സ്റ്റെറിലിറ്റി ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞ അർത്ഥം അവിടെ മൈക്രോ ഓർഗാനിസംസ് ഇല്ല എന്നുള്ളതാണ് അർത്ഥം കേട്ടോ. അത് ഫ്രീ ഫ്രം വയബിൾ മൈക്രോ ഓർഗാനിസം ആർ കോൾഡ് സ്റ്റെറൈൽ. സ്റ്റെറൈൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ മൈക്രോ ഓർഗാനിസം ഒന്നും ഇല്ല എന്നുള്ളതാണ്. ഇനി വെറൂസൈഡ് ആണ്, എ സബ്സ്റ്റൻസ് ദാറ്റ് കിൽ വൈറസ്. വൈറസിനെ കൊല്ലുന്ന സാധനങ്ങൾ, അതായത് ഇപ്പോൾ എക്സാമ്പിൾ കൊറോണ വൈറസിനെ കൊല്ലുന്ന സാധനം, അപ്പോൾ അതിന് നമ്മൾ എന്താ പറയുക, വൈറൂസൈഡ്. അതായത് വൈറസിനെ കൊല്ലുന്നതാണ് നമ്മൾ എന്ത് പറയുക, വൈറൂസൈഡ് എന്ന് പറയാം. ഇനി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് സ്റ്റെറിലൈസേഷൻ ആണ്. എന്തൊക്കെയാണ് സ്റ്റെറിലൈസേഷൻ്റെ ഫാക്ടേഴ്സ്? ഒന്ന് നേച്ചർ ഓഫ് ഹീറ്റ്, ഡ്രൈ ഓർ മോയിസ്റ്റ്. ഏത് ടൈപ്പാണ് ഹീറ്റ് അതിലേക്ക് കിട്ടുക, ടെമ്പറേച്ചർ, ടൈം, മൈക്രോ ഓർഗാനിസം എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ഓഫ് ഓർഗാനിസം ആകാം, അല്ലെങ്കിൽ കില്ലിംഗ് എഫക്റ്റ്, പ്രോട്ടീൻ ഡിനാച്ചുറേഷൻ ആണോ,
ഓക്സിഡേറ്റ് ഡാമേജ് ആണോ, അല്ലെങ്കിൽ കില്ലിംഗ് എഫക്ട് ഓഫ് മോയിസ്റ്റ് ഹീറ്റ് ഡ്യൂ ടു ഡീനാച്ചുറേഷൻ കൊയാഗുലേഷൻ ഓഫ് പ്രോട്ടീൻ. അപ്പം ബേസിക് ആയിട്ട് പറയുവാണെങ്കിൽ നമ്മൾ ഏത് ടൈപ്പാണോ സ്റ്റെറിലൈസേഷൻ നമ്മൾ തീരുമാനിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടും അതിൻ്റെ ടൈമും അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പോഷറുമായി ബന്ധപ്പെട്ടിരിക്കും എന്നുള്ളതാണ് ഫാക്ടേഴ്സ് പറയുക. സോ നെക്സ്റ്റ് വൺ ഈസ് ഡി വാല്യൂ ആണ്. സോ നമുക്കിത് പഠിക്കാനില്ല, പക്ഷെ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഡെസിമൽ റിഡക്ഷൻ ടൈം എന്ന് പറയാം ഡി വാല്യൂ. ഡെസിമൽ റിഡക്ഷൻ ടൈം ഇറ്റ് ഈസ് ഡിഫൈൻഡ് എസ് എ ടൈം ഇൻ മിനിറ്റ് റിക്വയർഡ് ടു റെഡ്യൂസ് ദ നമ്പർ ഓഫ് വയബിൾ ഓർഗാനിസം ബൈ സ്റ്റെറിലൈസേഷൻ പ്രോസസ്. നമ്മൾ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം മൈക്രോ ഓർഗാനിസത്തിന് നമുക്ക് കുറയ്ക്കാൻ പറ്റും, എത്ര ടൈം കൊണ്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും എന്നുള്ളതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന വാല്യൂ ആണ് ഡി വാല്യൂ. ദ ഓർഡർ ഓഫ് ഡെത്ത് ഓഫ് മൈക്രോ ഓർഗാനിസം ക്യാൻ ബി കാൽക്കുലേറ്റ് ഫ്രം ദ ഇക്വേഷൻ. നമ്മൾ എത്ര മൈക്രോ ഓർഗാനിസിനെ കൊന്നു, എത്ര ടൈമിൽ കൊന്നു എന്നറിയണമെങ്കിൽ നമുക്ക് ഡി വാല്യൂ കാൽക്കുലേഷൻ ചെയ്താൽ മതി. ഇക്വേഷൻ കെ ഈസ് ഈക്വൽ ടു L/T log NO മൈനസ് ലോഗ് N ആണ്. സോ ജസ്റ്റ് നിങ്ങൾ ഇക്വേഷൻ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. അല്ലാണ്ട് വേറെ നമുക്ക് വലിയ ഉപയോഗ കാര്യങ്ങളൊന്നും ഡി വാല്യൂ കൊണ്ട് നമുക്ക് ഉപയോഗമൊന്നും വരുന്നില്ല എന്നുള്ളതാണ്. സോ ഇത്രയേ ഉള്ളൂ. എന്താണ് കെ, എന്താണ് ടി, എന്താണ് എണ്ണൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് വായിച്ച് മാത്രം വെച്ചിരുന്നാൽ മതി. ഡി വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് മൈക്രോ ഓർഗാനിസം റിഡക്ഷൻ ആണെന്നുള്ളത്, അല്ലെങ്കിൽ എത്ര മിനിറ്റ് കൊണ്ട് റെഡ്യൂസ് ആവുന്നു, അല്ലെങ്കിൽ ഈ സ്റ്റെറിൽ പ്രോസസ്സിൽ എത്ര എണ്ണം കൊല്ലാൻ പറ്റുന്നു, അല്ലെങ്കിൽ ചാകുന്നു, അല്ലെങ്കിൽ റെഡ്യൂസ് ആകുന്നു എന്നുള്ളതിനെ പറ്റി മാത്രം മനസ്സിലാക്കി മതി. സോ നെക്സ്റ്റ് വേണം. ബൈ.